മുഹമ്മദ് അബ്ബാസ്, ദിനേശൻ കരിപ്പള്ളി എന്നിവരുടെ സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതവും സാഹിത്യവും എന്ന ഈ സെക്ഷനിലേക്ക് എല്ലാ സഹൃദയരായ കടത്തനാട്ടുകാർക്കും എൻ്റെ വക കൂടി, ഈ കടത്തനാട്ടുകാരൻ കൂടിയായ എൻ്റെ വക ഒരു സ്വാഗതം കൂടി. മുഹമ്മദ് അബ്ബാസിനെ മലയാളത്തിലെ നല്ല വായനക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ലോകങ്ങൾ കടന്നു വന്ന് അതൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന ഓർമ്മകളായി, അനുഭവാഖ്യാനങ്ങളായി എഴുതുന്ന അബ്ബാസ് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി മാറിയ ഈ അന്തരീക്ഷത്തിൽ ഞാൻ അദ്ദേഹത്തെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നില്ല. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അനുഭവങ്ങൾ ഒരുപാട്, ഞാൻ പലപ്പോഴും അബ്ബാസിൻ്റെ അനുഭവങ്ങൾ വായിച്ചിട്ട് എനിക്ക് നമ്മളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രണയം, ഉന്മാദം, വിശപ്പ്, ഉന്മാദം, ഒരു പെയിൻറ്റ് പണിക്കാരൻ്റെ ലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-13 കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അബ്ബാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അനുഭവം എഴുത്തിലേക്ക്, തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് അത് ഒരു അനുഭവാഖ്യാനമായി എഴുതണമെന്ന് തോന്നിയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്തായിരുന്നു? എഴുത്തിലേക്ക് കടക്കാൻ 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച, തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച, പിന്നീട് കോട്ടക്കലിലേക്ക് കുടിയേറി പാർത്ത ഒരു മലയാളി കുടുംബത്തിലെ 6ാം ക്ലാസ് വരെ തമിഴ് പഠിച്ച ഒരു മനുഷ്യൻ മലയാളം സ്വന്തമായി പഠിച്ചിട്ട് നല്ല ഭാഷയിൽ, നമ്മുടെ ഹൃദയങ്ങളെ മതിക്കുന്ന ഭാഷയിൽ അനുഭവങ്ങൾ എഴുതുന്നു. മലയാളികൾക്ക് ഒരുപാട് കോപ്പികൾ വിറ്റഴിയുന്ന പുസ്തകങ്ങൾ എഴുതുന്നു. എങ്ങനെയാണ് ഈ അനുഭവം എഴുത്ത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഉള്ള ആളുകൾ മനസ്സിൽ പിടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിന്ന് രാവിലെ 6 മുതൽ 11 വരെ പെയിൻറ്റ് പണി എടുത്തിട്ട് വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങളെന്നെ എഴുത്തുകാരനായിട്ട് കാണേണ്ട, വീടുകൾ പെയിൻ്റ് അടിക്കുന്ന, നിങ്ങളെ വീടുകളിൽ പെയിൻ്റ് അടിക്കാൻ വരുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ മസിലൊക്കെ വിട്ട് വളരെ കൂളായിട്ട് ഇരിക്കുക. ഞാൻ ഇരിക്കും പോലെ അനുഭവം, എല്ലാ മനുഷ്യർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. എന്നേക്കാൾ തീക്ഷ്ണമായ അനുഭവങ്ങൾ അനുഭവിച്ചവരുണ്ടാവാം. പക്ഷേ അവർക്കൊന്നും എഴുതാനുള്ള സമയമല്ല. ഒരു റോഡ് പണി എടുക്കുന്ന വ്യക്തിയുടെ ജീവിതാനുഭവം ഒരു കലക്ടറുടെ ജീവിതാനുഭവം അല്ല, നിങ്ങളെയോ എൻ്റെയോ അനുഭവം അല്ല. പക്ഷേ ആ വ്യക്തിക്ക് സമയമില്ല, 1, 2 ഭാഷയില്ല. അനുഭവങ്ങൾ ഉണ്ടായാൽ പോരാ, എഴുതി ഫലിപ്പിക്കുക കൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് പുസ്തക ആസ്വാദനക്കുറിപ്പുകൾ എഴുതി, അതും അച്ചടി മാധ്യമങ്ങളിലൂടെ കടന്നു വന്നൊരു എഴുത്തുകാരനെ അല്ല ഞാൻ. സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ അച്ചടി മാധ്യമങ്ങൾ ഏതും ഘടാഘടിയൻ വീക്കിലികളിലോ പത്രങ്ങളിലോ ഒന്നും എഴുതി വന്ന ആളല്ല. ഫേസ്ബുക്ക് എന്നുള്ള മാധ്യമം ഇല്ലായിരുന്നെങ്കിൽ മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരനും 13 പുസ്തകങ്ങളും ഉണ്ടാവില്ല. എൻ്റെ പുസ്തകം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലൂടെയാണ് ഞാൻ എൻ്റെ വിശപ്പ്, പ്രണയം 3 പുസ്തകങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഫേസ്ബുക്കിൽ എഴുതിയിട്ട കുറിപ്പുകളാണ്. പിന്നെ അത് പ്രസാധകർ എന്നെ തേടി വന്നു. ആദ്യം ചെറിയ പ്രസാധകർ വന്നു, പിന്നെ മാതൃഭൂമി, DC പോലത്തെ വലിയ പ്രസാധകർ വന്നു. പിന്നെ വായനക്കാർ ഏറ്റെടുത്തത് കൊണ്ട് മാത്രം വിജയിച്ച എഴുത്തുകാരനാണ്. അത് വളരെ സാധാരണ വായനക്കാർ, അക്കാദമിക് ബുദ്ധിജീവികളല്ല, തുറന്ന് പറയണം. ഓട്ടോ ഓടിക്കുന്നവർ, പെയിൻ്റ് അടിക്കുന്നവർ, സാധാരണ അധ്യാപകർ, ഒരു മധ്യവർഗം, അതിനും താഴെയുള്ളവർ. അതുകൊണ്ട് തന്നെ അവരാണ് എൻ്റെ വായനക്കാർ. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയെ എൻ്റെ കയ്യിലുള്ളൂ. വലിയ തള്ളി മറിക്കാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അനുഭവം എഴുതാനായിട്ടല്ല നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അനുഭവം കടന്നുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും നമ്മൾ തിരിഞ്ഞു നോക്കുക, ഇത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയല്ലോ. അപ്പോൾ അനുഭവിച്ചതിനേക്കാൾ തീക്ഷ്ണമായിരിക്കും എഴുതുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ കണ്ണീരൊക്കെ ഇറ്റി വീഴും. അനുഭവക്കുറിപ്പുകൾ എഴുതാനായിട്ട് കടന്നു വന്ന മനുഷ്യനല്ല. എല്ലാവരെയും പോലെ കഥയും നോവലും എഴുതാൻ ആഗ്രഹിച്ച് അതിന് അന്നത്തെ കാലത്തൊരു അവസരം കിട്ടാത്തത് കൊണ്ട്, ഒന്നാമത് ഞാൻ ഭാഷ പഠിച്ച വ്യക്തിയല്ല, തനിയെ മലയാളം പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ തിരസ്കരിക്കപ്പെടും. ആ തിരസ്കരിക്കപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് പിന്നീട് ഈ വമ്പൻ പ്രസാധകർ മാതൃഭൂമി ആയാലും DC ആയാലും പുസ്തകങ്ങളാക്കേണ്ട ഗതികേടിൽ അവരായത് ഞാനല്ല. അവർ മടക്കി അയച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് പുസ്തകമായി മാറിയത്. ഇത്രയേ ഉള്ളൂ അനുഭവം എഴുതേണ്ട കാര്യത്തിൽ. ഈ ഇരിക്കുന്ന ആർക്കും എന്നേക്കാൾ മനോഹരമായിട്ട് എഴുതാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എഴുത്ത് എന്ന് പറയുന്ന ആകാശത്ത് കെട്ടിയിറക്കി തരുന്ന പ്രത്യേക കഴിവൊന്നുമല്ല. സരസ്വതി കടാക്ഷം അതൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഞാൻ അതിലൊന്നും പെട്ട ആളല്ല.
നിങ്ങൾ സമൂഹത്തിൻ്റെ ആയുധമാണ് ഭാഷ. ആ ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്ന എഴുത്തുകാർ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇരിക്കുന്ന ഏത് വ്യക്തിക്കും എന്നേക്കാൾ ഭംഗിയായിട്ട് അനുഭവങ്ങൾ എഴുതാം, നോവലുകൾ എഴുതാം, എന്തും എഴുതാം, ആർക്കും എഴുതാം. ഇതൊരു ദൈവികമായ കലയേ അല്ല, മനുഷ്യ നിർമ്മിതമാണ്. ഭാഷ മനുഷ്യ സമൂഹത്തിൻ്റേതാണ്. അപ്പോൾ സമൂഹത്തോടാണ് എനിക്ക് ആദ്യത്തെ പ്രതിബദ്ധത, എൻ്റെ വായനക്കാരോട്. ഇനി ഞാൻ കാട് കയറും ഇനിയും പറഞ്ഞാൽ. വൈവിധ്യമർന്ന ഒരുപാട് അനുഭവങ്ങൾ അബ്ബാസ് എഴുതിയിട്ടുണ്ട് പല കൃതികളിലൂടെയായിട്ട്. ഇതുവരെ എഴുതാൻ കഴിയാത്ത അല്ലെങ്കിൽ എഴുതപ്പെടാതെ പോയ പലവിധ കാരണങ്ങളാൽ എഴുതാൻ സാധിക്കാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണമെന്നല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? പറ്റുമെങ്കിൽ പറയാം. ഞാൻ അനുഭവ എഴുത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആളായതുകൊണ്ട് എൻ്റെ വിശപ്പ്, പ്രണയ, ഉന്മാദം വായിച്ചിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് വായനക്കാരുണ്ട്. അതിൽ തന്നെ സ്ത്രീകളാണ് അധികം വിളിക്കുന്നത്. സമൂഹത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. അതൊരു യുദ്ധമായാലും വർഗീയതകളായാലും പട്ടിണി കാലം വന്നാലും ഏറ്റവും ആദ്യം ബാധിക്കുക സ്ത്രീകളെയാണ്. അപ്പോൾ അവർ വിളിച്ച് എന്നോട് രാത്രി 2 മണി 3 മണി വരെയൊക്കെ എന്നോട് സംസാരിക്കും. അതിലൊരു സ്ത്രീക്ക് നേരിട്ട അനുഭവം അവരെന്നോട് പറഞ്ഞു, എന്നോട് എഴുതാനും പറഞ്ഞു. പക്ഷേ എൻ്റെ കൈ വിറയ്ക്കും. അത്തരം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? വീടിനകത്ത് നിന്നുള്ള സെക്സ്വൽ പീഡനങ്ങളുണ്ടല്ലോ, ലൈംഗിക ആക്രമണങ്ങൾ. ചെറിയച്ഛനിൽ നിന്ന്, എളാപ്പയിൽ നിന്ന്, മൂത്താപ്പയിൽ നിന്ന്, സഹോദരിയിൽ നിന്ന് ആ പെൺകുട്ടി സ്ത്രീ വളരെ ചെറുപ്പത്തിൽ നേരിട്ട ജീവിതാനുഭവം. അത് അവർക്ക് എവിടെയും പറയാൻ വയ്യ. അച്ഛൻ സമൂഹത്തിന് മാന്യനാണ്, ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയുള്ള ആൾ. അച്ഛൻ മരിച്ചും പോയി. ഭർത്താവിനോട് പറയാൻ വയ്യ. ഭർത്താവ് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അത്ര കുറേ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കുന്ന സ്ത്രീകളുണ്ട്. അവരോട് നിസ്സഹായതയോടെ എനിക്കത് എഴുതാൻ വയ്യ, എന്നെക്കൊണ്ട് കഴിയില്ല, നിങ്ങൾ തന്നെ എഴുതൂ എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് എഴുതാൻ പറ്റുന്നതല്ല. അവർക്ക് മാത്രമേ അത് അതിൻ്റേതായ തീവ്രതയോടെ എഴുതാൻ പറ്റത്തുള്ളൂ. അനുഭവം എഴുത്തിനപ്പുറം മലയാള സാഹിത്യത്തിന് അബ്ബാസ് നൽകിയ വലിയൊരു സംഭാവനയായിട്ടൊരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു കൃതിയാണ് ഖസാക്ക് എന്നെ വായിച്ച വിധം എന്ന അബ്ബാസിൻ്റെ പുസ്തകം. മാതൃഭൂമി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത് അല്ലേ? മാതൃഭൂമി. അതായത് ഇവിടെ ഇരിക്കുന്നവർ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഒരു രചനയെപ്പറ്റി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അക്കാദമിക്കായ പഠനം, അല്ലെങ്കിൽ ഒരു രചനയെപ്പറ്റി ഒരു വ്യക്തി തന്നെ എഴുതിയ 1-2 ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം വായനാനുഭവമായിട്ട്. പക്ഷേ ഒരു കൃതിയെപ്പറ്റി, ഒരു നോവലിനെ പറ്റി, അത് ആ നോവൽ വായിച്ചതിൻ്റെ ഒരു റീഡിങ് എക്സ്പീരിയൻസ്, വായനാനുഭവം ഒരു പുസ്തക രൂപത്തിൽ എഴുതിയ എൻ്റെ പരിമിതമായ അറിവിൽപ്പെട്ട ഏക കൃതി അബ്ബാസിൻ്റെ ഖസാക്ക് എന്നെ വായിച്ച വിധം എന്ന പുസ്തകമാണെന്ന് ഞാൻ കരുതുന്നു. അപവാദമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആർക്കും ചൂണ്ടിക്കാട്ടാം. എൻ്റെ പരിമിതമായ വായനയിൽ അങ്ങനെ ഒരു പുസ്തകം മുഴുനീളം ആയിട്ട് വായനാനുഭവം എഴുതിയ ഒരു പുസ്തകം മലയാളത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഖസാക്ക് ആത്മാവിൽ ആവാഹിച്ച ഒരു വായനക്കാരന് തന്നെ ആകർഷിച്ച കൃതിക്കുള്ള ഒരു അക്ഷരങ്ങളിലൂടെയുള്ള ഒരു സമർപ്പണമാണ് ഖസാക്ക് എന്നെ വായിച്ച വിധം എന്ന പുസ്തകം എന്ന് ഞാൻ കരുതുന്നു. ആ പുസ്തകം അത് പുസ്തക രൂപത്തിൽ എഴുതാൻ പ്രചോദിപ്പിച്ച മാനസികാവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ളൊരു നിമിത്തം ഒന്ന് വിവരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലാണ്. അത് ആർക്ക് യോജിച്ചാലും വിയോജിച്ചാലും ശരി, ഇപ്പോഴും അതിനെ മറികടക്കുന്നൊരു നോവൽ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളിൽ എത്ര പേര് അംഗീകരിക്കുന്ന അറിയില്ല. ഖസാക്ക് വായിച്ച് അതിൻ്റെ മാസ്മരികമായ സൗന്ദര്യത്തിൽ എന്നെപ്പോലെ ഭ്രാന്തെടുത്ത് പോയ ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഖസാക്ക് ഭ്രാന്തന്മാരുണ്ട്, എന്നേക്കാൾ വലിയ മൂച്ചിപ്പിരാന്തന്മാരൊക്കെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയാൻ പുറത്ത് കണ്ടില്ലെങ്കിൽ ഞാൻ ആദ്യം എഴുതുന്നത് ഖസാക്ക് എന്നെ വായിച്ച കഥ എന്നുള്ള ആ പുസ്തകത്തിലെ കണ്ടൻറ്റാണ്. അതിൻ്റെ കാരണം ഞാൻ ഭാഷ തനിയെ പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പുച്ഛാണ്, അവരോട് മുട്ടത്ത് വർക്കിയോട് പുച്ഛാണ്, കാനം ഈജിയോട് പുച്ഛാണ്, ഇപ്പോൾ എഴുതുന്ന കുട്ടികളോട് അഖിലിനും അവരോടൊക്കെ പുച്ഛാണ്. നമുക്ക് എപ്പോഴും ബുദ്ധിജീവികളായിരിക്കണം, മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ കാര്യങ്ങൾ പറയണം, എന്നാൽ നല്ല കയ്യടി കിട്ടും, ഇവനെന്തോ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഈ ഭാഷ മാറ്റി വന്ന് ഇച്ചിരി സംസ്കൃതമൊക്കെ കൂട്ടി പറഞ്ഞാൽ ഈ കസേര നിറയും നിങ്ങളെന്നെ കയ്യടിക്കുമെന്ന് എനിക്കറിയാം. അത്തരം കയ്യടികൾ ഒരു കാലത്തും ആർക്കും ഉപകാരപ്പെടില്ല. സ്വാഭാവികമായിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു സാധാരണ ഒരു വായനക്കാരനെ എങ്ങനെ തൊട്ടു എന്നുള്ളതാണ്. ഇത് ഗംഭീരമായ പഠനങ്ങളുണ്ട്.
പി.കെ. രാജസാറിൻ്റെ ഒക്കെ പിതൃഘടികാരം, ഒരുപാട് പഠനങ്ങളുണ്ട്, എണ്ണിയാൽ തീരെ. ഖസാക്ക് എന്നുള്ള നോവൽ ഇത്രയേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഉൾക്കനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉൾക്കനല്ല, ഇത്രയേ ഉള്ളൂ എങ്കിലും പേജ് കൊണ്ട് അതിനുവേണ്ടി എഴുതപ്പെട്ട ഖണ്ഡന നിണ്ട മണ്ഡന നിരൂപണ വിമർശനങ്ങൾ നമ്മൾ സമാഹരിച്ചാൽ 5-6 വോള്യത്തിൽ എഴുതാം. അതിനടുത്ത് PhD തീസിസിന് എണ്ണം കണക്കില്ല തോന്നുന്നു. അത്തരം ഒരു നോവൽ ഒരു സാധാരണ പെയിൻ്റ് അടിക്കാരനെ ഭാഷ തനിയെ പഠിച്ച ഒരു സാധാരണ മനുഷ്യനെ, എന്നെ മാത്രമല്ല ഓട്ടോ ഓടിക്കുന്ന ഒരു ചന്ദ്രേട്ടൻ എൻ്റെ പരിസരത്ത്, അദ്ദേഹം 2 വീശുന്ന കാളാണ്. 2 വീശിക്കഴിഞ്ഞാൽ അദ്ദേഹം കവിതയും സിനിമ പാട്ടൊന്നുമില്ല. ചില ഖസാക്കിലെ ഡയലോഗൊക്കെയാണ് പറയാം. മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജരി ഇല കൂട്. ഇത് പറയുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്. ഇവരാരും അറിയാതെ പോവാണ്. എന്നെപ്പോലുള്ള വളരെ സാധാരണ മനുഷ്യർ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച് ആവേശം കൊണ്ട് അതിൽ ഭ്രാന്തെടുത്ത് ലയിച്ചു പോയ മനുഷ്യരുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അബ്ബാസ് എന്ന എഴുത്തുകാരൻ തന്നെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ പറയുന്ന മുട്ടത്ത് വർക്കിയെയും കാനം ഈജയെയും മല്ലിക യൂനിസിനെയൊക്കെ വായിച്ച് പിന്നെ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് പമ്മൻ അയ്യനേത്ത് എന്നുള്ള ഒരു സോഫ്റ്റ് പോൺ നോവലിസ്റ്റുകളെ വായിച്ചിട്ട് പെട്ടെന്ന് ഞാൻ കടക്കുന്നത് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്നുള്ള വിജയൻ്റെ പുസ്തകത്തിലേക്കാണ്. അതിൽ ഖസാക്കിൽ നിന്നുള്ള മനോഹരമായ ഉദ്ധരണികളുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സാഹിത്യം, ഇതാണ് മലയാള ഭാഷ. ഇതുവരെ ഞാൻ വായിച്ചത് എനിക്കതിനുള്ള ചവിട്ടുപടി മാത്രമേ ആവുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ യഥാർത്ഥ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ തിരിഞ്ഞുപോക്ക് എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്നാണ് ഞാൻ മാർക്കേസിലേക്കും ദസ്തയേവ്സ്കിക്കും ഒക്കെ യാത്രയാവുന്നത്. വിജയൻ്റെ തോളിൽ ചവിട്ടിയിട്ടാണ്, തോളിൽ പിടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് യാത്രയാവുന്നത്. അപ്പോൾ ആ പുസ്തകത്തെ വായിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും അതിനെപ്പറ്റി എന്തെങ്കിലും എഴുതാനുണ്ടാവും. കവി മുമ്പിലിരിക്കേണ്ട സതീശേട്ടൻ, അദ്ദേഹത്തിന് എഴുതാനുണ്ടാവും ഖസാക്കിനെ പറ്റി. ഖസാക്ക് വായിച്ച ഏത് വ്യക്തിക്കും അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടാവും. വായിച്ച് ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിലും പറയാനുണ്ടാവും. ഒന്നും പറയാതെ നിങ്ങൾക്ക് അതിനെ തൊടാതെ നിങ്ങൾ മലയാള സാഹിത്യത്തിന് മുന്നോട്ട് ഇനി ഒരു കാലത്ത് പോകാൻ പറ്റില്ല. ഇതുവരെ പോയിട്ടുമില്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് തൊടാതെ പോകാൻ പറ്റത്തില്ല. ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ കവച്ചു വെക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാനെന്ന വായനക്കാരൻ ഭ്രാന്തെടുത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചതിന് കയ്യും കണക്കുമില്ല. പല വേദിയിലും ഞാൻ മാതൃഭൂമിയുടെ വേദിയിൽ തന്നെ ഞാൻ പറയുന്നതാണ്. ആളുകൾക്ക് ഭഗവത്ഗീത എങ്ങനെയാണോ, ഖുർആൻ എങ്ങനെയാണോ, ബൈബിൾ എങ്ങനെയാണോ, അതുപോലെയാണ് എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം. എനിക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എടുത്ത് 2 പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബൈബിളും ഖുർആനും രാമായണമൊക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീലും ആശ്വാസം തരുന്നത്, അതേ ആശ്വാസമാണ് എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം തരുന്നത്. ചിലപ്പോൾ എനിക്ക് മാത്രം കിട്ടുന്ന ഒന്നായിരിക്കാം. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ആ പുസ്തകം എഴുതാൻ പറ്റിയത്. നന്ദി. ഖസാക്കിൻ്റെ ഇതിഹാസമല്ല അബ്ബാസ് ആദ്യം വായിക്കുന്നത് അല്ലേ? ഇതിഹാസം ആ പുസ്തകത്തിൽ പറയണ്ടേ, ഇപ്പോൾ കോട്ടക്കലെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ വെച്ചിട്ട് ആദ്യം കിട്ടുന്നത് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന, അത് മാതൃഭൂമി ആഴ്ച എനിക്ക് ഓർമ്മ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് KC നാരായണനാണെന്ന് തോന്നുന്നു, അദ്ദേഹം എഡിറ്ററായ സമയത്താണ് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്നൊരു ലേഖന പരമ്പര, അനുഭവ പരമ്പരയല്ല, ഖസാക്ക് എഴുതാനിടയായ സാഹചര്യങ്ങളെ പറ്റിയുള്ള വിജയൻ്റെ ഒരു വിവരണമായിരുന്നു. ഒരു 10-15 ലക്കം നീണ്ടു നിൽക്കുന്ന ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്നുള്ള പുസ്തകം. ആ നോവലിലെ ഓരോ അനുഭവങ്ങളും വിജയൻ്റെ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ ഭാവനയിലൂടെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വിജയം പറഞ്ഞത്. ആ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ, കരിക്കിൻ തൊണ്ടുകൾ, കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ടുകൾ താഴേക്ക് വീഴുന്നു എന്നുള്ളത് ഈ കണ്ണിന് ഷോർട്ട് സൈറ്റുള്ള ആൾക്കാർക്ക് കണ്ണട എടുത്താൽ, അല്ലേ അങ്ങനെയല്ലേ പറയാൻ, എനിക്കുണ്ടാവാറുണ്ട്. ഷോർട്ട് സൈറ്റുള്ള മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. കണ്ണട എടുത്തു കഴിഞ്ഞാൽ ഒരു കറുത്ത ബിന്ദുക്കൾ ഇങ്ങനെ ആകാശത്തുനിന്ന് പൊഴിയുന്നത് പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വ്യാഖ്യാനമൊക്കെ കൊടുത്തിട്ടാണ് ഇതിഹാസത്തിൽ വിജയൻ ആ അനുഭവത്തെ കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ടുകൾ എന്നൊക്കെയാണ് വിജയൻ അതിനെ കാൽപ്പനികവൽക്കരിച്ചിട്ട് എഴുതിയത്. നമുക്ക് കുറേ കറുത്ത ബിന്ദുക്കൾ തോന്നും. ഷോർട്ട് സൈറ്റുള്ളവർക്ക് മനസ്സിലാവും, കണ്ണട അയച്ചാൽ ഈ കറുത്ത ബിന്ദുക്കൾ കാണാം. പക്ഷേ ഇത്രമാത്രം ഇതിൽ അബ്ബാസ് ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതിലെ കഥാപാത്രങ്ങൾ പോലും അതിലൊരു 5-8 മാസേ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ നീണ്ട 28 വർഷങ്ങളോളം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ജീവിച്ചു, പുലർന്നു. ഇത്രമാത്രം സ്വാധീനിച്ചൊരു കൃതി. പിന്നെ പക്ഷേ അബ്ബാസ് സ്വന്തമായൊരു നോവൽ എഴുതി, മുഹമ്മദ് അനസിൻ്റെ കുംഭസാരം. ആ നോവലിൻ്റെ ഭാഷയിൽ അത്ഭുതകരമായിട്ട് അബ്ബാസ് ഈ വിജയൻ ബാധയെ ഉച്ചാടനം ചെയ്യുന്നൊരു അനുഭവം നമുക്കാണ്. അതിൽ വിജയനേ ഇല്ല. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുക വിജയൻ്റെ ഭാഷ, വിജയൻ്റെ ശൈലി എവിടെ, പക്ഷേ അതിനെ ഉച്ചാടനം ചെയ്യുന്നൊരു അനുഭവം ഈ മുഹമ്മദ് അനസിൻ്റെ കുംഭസാരം എന്നുള്ള നോവലിൽ നമുക്ക് വായിക്കാം. വിജയനേ ഇല്ല. ഞാൻ നേരത്തെ സ്വകാര്യ സംഭാഷണത്തിൽ അബ്ബാസോട് പറഞ്ഞു, അതിൽ ഇത്തിരിയെങ്കിലും സ്വാധീനമുണ്ട്, ബോധപൂർവ്വമായിരിക്കില്ല, സ്വാധീനമുണ്ട് തോന്നുന്നു MT ആണ്. കാരണം ഒരു പരിധിവരെ അതിൻ്റെ ഒരു 50% ഒരു കാൽപ്പനിക ആവിഷ്കാരം, അതുകൊണ്ടാവാം MTയുടെ ഒരു സ്വാധീനം പോലെ തോന്നുക. വിജയനെ മാറ്റി നിർത്തി കുംഭസാരം എഴുതാനുള്ള ഒരു പ്രേരണ, അല്ലെ ആ ഒരു മനോഭാവത്തെ പറ്റി കൂടി
ഒന്ന് പറയുന്നത് നന്നായിരിക്കും. നോക്കൂ, OV വിജയനും ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഹിമാലയമാണ്. ഞാൻ അതിൻ്റെ ചോട് എങ്ങനെ നിൽക്കുന്ന പുൽക്കൊടിയാണ്. നമുക്ക് ഹിമാലയത്തെ നോക്കാനേ പറ്റത്തുള്ളൂ, അനുകരിക്കാൻ പറ്റത്തില്ല. കയറി പെട്ടെന്ന് നല്ല പാടാണ് ഒന്ന്. രണ്ടാമത് അനുകരിച്ച പെട്ടെന്ന് പിടിക്കപ്പെടും. മൗലികതയുള്ള ഒരു എഴുത്തുകാരനെ അനുകരിക്കുക എന്നുള്ളത് വലിയ പാടാണ്. അതിൽ ബഷീറിനെ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റില്ല, OV വിജയനെ പറ്റത്തില്ല, മാധവിക്കുട്ടിയെ പറ്റില്ല, പപ്പേട്ടൻ ടി പത്മനാഭനെ പറ്റില്ല, തകഴിയെ പറ്റില്ല, കെ സദേവിനെ പറ്റില്ല, മാധവിക്കുട്ടിയെ പറ്റില്ല. പിന്നെയുള്ളത് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. അങ്ങനെ മൗലികതയുള്ള എഴുത്തുകാരെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. എങ്ങാനും അനുകരിച്ചാൽ അത് പെട്ടെന്ന് പിടിക്കപ്പെടും. ആ ഭാഷയുടെ പ്രയോഗം കൊണ്ടും ചില പ്രയോഗങ്ങൾ കൊണ്ട് പെട്ടെന്ന് പിടിക്കപ്പെടും. എന്നെ മാത്രമല്ല, ഒരു തലമുറയെ മുഴുവൻ ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു 14 വയസ്സെങ്ങാനും വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ എഴുത്തുകാരും ഖസാക്കിൻ്റെ ഇതിഹാസം സ്വാധീനിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലരുടെ എഴുത്തിനും. വിജയ് ജെയിംസിനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകങ്ങൾ ആദ്യ നോവൽ ഒക്കെ എല്ലാം എഴുതി കഴിഞ്ഞ് കൂട്ടുകാരന് കൊടുത്തപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അത്രേ, ഇത് 90% OV വിജയനും ഖസാക്കുമാണ്, നീ ഇതൊന്ന് മാറ്റി എഴുതുന്നത്. അങ്ങനെ എല്ലാവരും ബെന്യാമിനാവട്ടെ മീരേച്ചി ആവട്ടെ ഇന്ന് എഴുതുന്ന എല്ലാ എഴുത്തുകാരെയും OV വിജയൻ സ്വാധീനിച്ചിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആ സ്വാധീനം അതിലുണ്ട്. എൻ്റെതിലും സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. പക്ഷേ കഴിയുന്നതും ആ ഹിമാലയത്തെ കല്ലെടുത്ത് എറിയുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. അതൊരു ഗുരു നിന്ദയായിട്ട് മാറും. ഗുരുക്കളെ നിന്ദിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അനുകരിക്കാനോ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ അതുകൊണ്ട് എത്ര കാലം ഞാൻ പിടിച്ചു നിൽക്കുക? പെട്ടെന്ന് നിങ്ങൾ വായനക്കാർ കണ്ടുപിടിക്കും അബ്ബാസ് OV വിജയനെ അനുകരിച്ചു എന്നുള്ളത്. ബഷീറിന് ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഉദാഹരണമാണ്. നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സങ്കല്പിക്കുക. നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പുറത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ മറ്റൊരു കൃതി ആരെങ്കിലും വായിച്ചാൽ ആ ശൈലി കൊണ്ട് നിങ്ങൾക്ക് OV വിജയൻ മനസ്സിലാവും. ഇന്ന ആളത് പറയേണ്ട ആവശ്യമില്ല. ബഷീറിൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആരാ എഴുതിയത്. മൗലികതയെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഭാഷാ ശൈലി കൊണ്ടും അതിൽ ഉള്ളിലുള്ള കാമ്പ് കൊണ്ടും എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു, അതാണ് ഈ മൗലികത. അതിൻ്റെ അപ്പുറം വലിയ ദാർശനികതയൊന്നും എനിക്കറിയില്ല. VKN നിങ്ങൾ തീവണ്ടിയിൽ ഒരാൾ വായിക്കുകയാണ്, നമ്മൾ കണ്ണടിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് VKN എഴുതിയതാണ്. മാധവിക്കുട്ടിയെ മനസ്സിലാവും, പപ്പേട്ടൻ്റെ ശൈലി മനസ്സിലാവും. ആ അർദ്ധവിരാമങ്ങളിലെ പപ്പേട്ടൻ്റെ മനോഹരമായ ശൈലി ടി പത്മനാഭനെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അനുകരിക്കാൻ പറ്റാത്ത കുറേ മലയാളത്തിൽ പ്രതിഭകളുണ്ട്. അവരാരും അനുകരിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഭംഗി. അതിൻ്റെ വൃത്തിയും അവരോട് കാണിക്കുന്ന ഒരു ആദരവ് അതാണ്. അവർ അനുകരിക്കാതിരിക്കുക. നമുക്ക് നമ്മുടേതായ ചെറിയ വഴിയാണെങ്കിൽ ചെറിയ വഴിയിലൂടെ നടക്കുക. അങ്ങനെ മനഃപൂർവ്വം എടുത്ത തീരുമാനം കൊണ്ടാണ് അദ്ദേഹം ഒരു നിലക്കും എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ അറിവിൽ അത് വന്ന് സ്വാധീനം ചെലുത്താതിരിക്കുന്നത്. അല്ല ഉള്ളിൽ കിടന്ന് കലമ്പൽ കൂട്ടാഞ്ഞിട്ടല്ല. നമ്മൾ എഴുതുമ്പോൾ അത് ഉള്ളിലോട്ടൊക്കെ വന്നൊരു കാലത്തിൻ്റെ ഗംഗാധടും പൂർവ്വജന്മസ്മൃതിയൊക്കെ വരും. നമ്മളത് വെട്ടിമാറ്റും. ഉള്ളുന്നത് തന്നെ ഒരു എഡിറ്റിംഗ് നടക്കും. എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ വെട്ടിമാറ്റും. അത്തരം പദങ്ങൾ വന്നാൽ പിന്നെ ഇരുണ്ട ദർശനം ഒരിക്കലും അത് ഒന്നും അനുകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു എഴുത്തുകാരനും പറ്റത്തില്ല അതിൻ്റെ കാമ്പോട് കൂടി അനുകരിക്കാൻ. പെട്ടെന്ന് തിരിച്ചറിയും അത് സ്വർണ്ണമാണ്, ഇത് 10 രൂപയുടെ മുക്കുമണ്ടാണ് അബ്ബാസിൻ്റെത്. ആരെഴുതിയാലും 10 രൂപയുടെ മുക്കുമണ്ടാണ് OV വിജയൻ്റെ ഒറിജിനൽ സ്വർണ്ണം. തനി തങ്കാണെന്ന് പെട്ടെന്ന് നിങ്ങൾ വായനക്കാർ ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കും, അല്ലാത്തവർക്കും കണ്ടുപിടിക്കാം പെട്ടെന്ന്. അതുകൊണ്ടുകൂടിയാണ് OV വിജയൻ എൻ്റെ എഴുത്തിലേക്ക് ഒട്ടുമേ കടന്നു വരാതെ മാറി നിൽക്കുന്ന ആരാധനയോടെ ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഗുരുവിനെ നമ്മൾ അനുകരിക്കില്ലല്ലോ, ഒരു ഗുരുവിനെ. അബ്ബാസ് അത് പറഞ്ഞപ്പോഴാണ് ശരിയാണ്. വിജയനെയോ VKനെയോ ഒന്നും ആർക്കും അനുകരിക്കാൻ പറ്റിയില്ല. വിജയനെ പറ്റി ഒരുപാട് പഠനം ഉണ്ടായെങ്കിൽ അബ്ബാസ് പറഞ്ഞതിന് അനുബന്ധമായി പറയാണ്, VKനെ പറ്റിയ മതിയായ പഠനം പോലും മലയാളത്തിൽ, കാരണം VKൻ്റെ രചനകളെ തൊടാൻ മലയാളത്തിലെ നിരൂപകരെ അധികം വളർന്നിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് KP അപ്പൻ്റെ കോമാളി യുഗത്തിലെ പുരുഷ ഗോപുരങ്ങൾ എന്നുള്ളൊരു പഠനമാണ്. പിന്നീട് ശ്രദ്ധേയമെന്ന് തോന്നിയത് കൽപ്പറ്റ നാരായണൻ മാഷ് എഴുതിയൊരു പഠനമാണ്. VKനെയൊക്കെ പറ്റി പഠനം പോലും നടത്താനുള്ള ഒരു അക്കാദമിക് ജാർഗൺസ് അല്ലെങ്കിൽ എല്ലാ പഠനത്തിനും അപ്പുറം പഠനത്തിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു സർഗാത്മകത VKനൊക്കെ ഉണ്ട്. അബ്ബാസ് പറഞ്ഞതിന് അനുബന്ധമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ബഷീറിനെ പറ്റിയുള്ള ഒരു പഠനത്തിൽ MN വിജയൻ പറയുന്നുണ്ട്, ബഷീറിന് ഭ്രാന്തു വരെ അറിയാം. ബഷീറിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയല്ല, മുഹമ്മദ് അബ്ബാസിന് ഭ്രാന്ത് വരെ അറിയാം. ഭ്രാന്താലയത്തിൽ കിടന്ന അനുഭവം അബ്ബാസ് എഴുതിയിട്ടുണ്ട്. അത് ഇവിടെയുള്ള ശ്രോതാക്കൾക്കായിട്ട് ചുരുക്കിയൊന്ന് പറയാമോ? നോക്കൂ, ഭ്രാന്താസ്പത്രിയിലേക്ക് എല്ലാവരും ബഷീറാവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ബഷീർമാരുണ്ടായി കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്നത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് ദഹിക്കാത്ത പുസ്തകങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കുകയും അതെന്നെ ഉപനിഷത്തുകളും മനഃശാസ്ത്രവും കൂട്ടിക്കൊഴിച്ച് വായിച്ചു ഞാൻ. ഒപ്പം വൈരുദ്ധ്യാത്മക ഭൗതികവാദം വായിച്ചു, ഹെഗലിൻ്റെ ദർശനങ്ങൾ വായിച്ചു. ഇതെല്ലാം കൂടെ നോമ്പ് കാലത്ത് ഒരു മാസത്തെ ഞാൻ കൂട്ടിക്കൊഴിച്ച് വായിച്ചതിൻ്റെ ഫലമായിട്ടും എൻ്റെ ബാല്യത്തിലെ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഡിപ്രഷനും സൂയിസൈഡ് സെൻറ്റൻസും വന്നിട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഗതികേട് വന്നത്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയാൽ കൂടുതൽ എന്ത് പറയാൻ, ആർക്കും ഉന്മാദം എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാൻ
അതിന് ദൈവത്തിനെ വിളിക്കുന്നില്ല, കടന്നു പോകാൻ പറ്റാതിരിക്കട്ടെ നിങ്ങൾക്ക്. അത് അത്ര സുഖമുള്ളൊരു ഏർപ്പാടേ അല്ല ഉന്മാദത്തെ തൊടുക എന്നുള്ളത്. പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ബഷീറിന് ഭ്രാന്തായി, ഈ ചെറിയ അബ്ബാസിനും ഭ്രാന്തായി എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷേ അനുഭവിക്കാൻ ഒട്ടുമേ സുഖം ഉണ്ടാവില്ല. ഭൂമിയിലെ ഏറ്റവും നരകം പിടിച്ചൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഭ്രാന്താസ്പത്രിയിലെ ജീവിതമാണ്. ഞാൻ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്, ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദം എന്താ എന്ന് ചോദിച്ചാൽ സ്വബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക. ഞാൻ നിങ്ങളെ തിരിച്ചറിയാം, എൻ്റെ ഭാര്യയെ തിരിച്ചറിയാം, അച്ഛനെ അമ്മയെ മക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വബോധത്തോടെ ഇത് ചോറാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി എനിക്ക് അന്നം കഴിക്കാൻ പറ്റുക. എൻ്റെ സഹജീവിയാണ്, അത് അവന് വിശക്കുന്നുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കുക. അതിന് വലിയ സ്വർഗവും ആനന്ദവും സോഷ്യലിസം ഒന്നും നമുക്ക് കിട്ടാനില്ല. ഈ സ്വബോധത്തോടെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ സോഷ്യലിസം, മതേതരത്വം. സ്വബോധം ഉണ്ടെങ്കിലേ എന്ത് വർക്കൗട്ട് ആവുള്ളൂ. എന്ത് ആശയം സ്വബോധം ഇല്ലാത്ത മനുഷ്യരോട് നിങ്ങൾ പറയാം കമ്മ്യൂണിസം പറയാൻ പറ്റുമോ, ഗാന്ധിസം പറയാൻ പറ്റുമോ? ഒന്നും അങ്ങോട്ട് ഏൽക്കത്തില്ലാന്നേ. അത് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ആരും കടന്ന് ചെല്ലാതിരിക്കട്ടെ. ഞാനത് ചെന്ന മനുഷ്യനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച്, നമ്മുടെ നാട്ടിലെ വിചിത്രമായ നിയമമാണത്. ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ പറ്റില്ല. ആത്മഹത്യ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചാൽ എന്നെ 6 മാസം തടവിലിടാം, 5000 രൂപ എങ്ങാണ്ട് പിഴയും ഈടാക്കാം. അതാണ് നമ്മുടെ നാട്ടിലെ ആത്മഹത്യയെ പറ്റിയുള്ള വിചിത്രമായ ശ്രമം. അപ്പോൾ ആരെങ്കിലും ഉള്ളിൽ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ ശ്രമിക്കേണ്ട. പരാജയപ്പെട്ട് കേസെടുത്ത് 5000 രൂപയും 6 മാസം കിടക്കേണ്ടി വരും. എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ നല്ലവരായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല, എനിക്ക് കിടക്കേണ്ടി വന്നില്ല. അപ്പോൾ ആത്മഹത്യ പരിഹാരവും ആവുന്നില്ല. അതൊരു സുഖമുള്ള ഏർപ്പാടല്ല, ഉന്മാദം ഒട്ടുമേ അല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബഷീറിൻ്റെ ഉന്മാദം MT ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, MT അത് വേദനയോട് കൂടിയാണ് പറയുന്നത്, MT വേദനയോട് കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബഷീറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭ്രാന്ത് വന്നു, എന്താ ഞങ്ങൾക്ക് വരാത്തുന്ന അവർ അസൂയപ്പെടുന്നുണ്ടോ. ബഷീർ നർമ്മം പറയാണ്, ഉള്ളിൽ തട്ടി കരഞ്ഞുകൊണ്ട് കരച്ചിലിൻ്റെ ചെറി എന്ന് പറയുമല്ലോ നമ്മൾ, കരഞ്ഞുകൊണ്ട് ചിരിച്ചതാണ് ബഷീർ. അല്ലാതെ അദ്ദേഹം ചെറി വന്നിട്ട് പറഞ്ഞതല്ല എൻ്റെ ഭ്രാന്ത്, എനിക്ക് മാത്രമേ ഭ്രാന്തുള്ളൂ എന്നുള്ളത്. ഭ്രാന്ത് അനുഭവിക്കുന്ന എല്ലാവരും ബഷീർ ആവുന്നില്ല, എല്ലാ എഴുത്തുകാർക്കും ഭ്രാന്ത് തൊട്ട് ആവുന്നുമില്ല. അത് മറ്റ് ശാസ്ത്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഡിപ്രഷനായാലും മറ്റ് മനോരോഗങ്ങൾ ഉണ്ടാവുന്നത്. മറ്റ് വിശ്വാസങ്ങൾ പിന്നാലെ സർഗാത്മകതയ്ക്ക് ഭ്രാന്ത് വേണമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്, കഞ്ചാവ് വേണമെന്ന് തെറ്റിദ്ധാരണയുണ്ട്, കള്ള് വേണമെന്നുണ്ട്, പെണ്ണ് വേണമെന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. ഇതിനൊന്നും ആവശ്യമില്ല. സ്വബോധം ഉണ്ടായാൽ മതി, സഹജീവികളെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. എന്തായാലും ആർക്കും ഉന്മാദത്തിൻ്റെ ആ വക്കിൽ തൊടാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലും. അത് ഒരുപാട് തവണ തൊട്ട മനുഷ്യനാണ് ഞാൻ. 14 വർഷം അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത മനുഷ്യനാണ് ഞാൻ. ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കരണ്ടടിപ്പിക്കുക എന്ന് പറയുമല്ലോ, അതിനെ വക്കത്തെത്തി മടങ്ങി വന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാനത് പറയുന്നത്, ആർക്കും വരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കണമില്ല. ഇത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി. ഉന്മാദം തലച്ചോറിലെ ന്യൂറോണുകളെ പ്രത്യേക രീതിയിൽ ഉണർത്തുമെന്നും അത് സർഗാത്മകതയെ സഹായിക്കുമെന്നുള്ളൊരു പഠനമൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് സാഹിത്യം, ഞാൻ വായിച്ചിട്ടുള്ളത്. ആ ഡെസ്റ്റോവിസ്കിക്ക് ചുഴലി, അത് അപസ്മാരം ഉണ്ടാവുമായിരുന്നു. ഈ അപസ്മാരത്തിന് ശേഷം ഡെസ്റ്റോവിസ്കിയുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചതായിട്ടൊക്കെയുള്ള പഠനമുണ്ട്. അത് അബ്ബാസ് പറഞ്ഞതുപോലെ അതിനുവേണ്ടി ജീവിതം വലിയർപ്പിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ. പക്ഷേ ഒരു പഠനം ഉണ്ട് എന്നുള്ളൊരു കൗതുകം കൂടി ഇതിലുണ്ട്. ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഈ ജീവിതത്തിൽ ഒരുപാട് അബ്ബാസ് നന്നായി വായിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മലയാള സാഹിത്യത്തിലെ വലുതും ചെറുതുമായ എഴുത്തുകാരെ വളരെ നന്നായിട്ട് പിന്തുടരുന്നൊരു വായനക്കാരനാണ് അബ്ബാസ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അബ്ബാസിനെ കാണുന്നത് ഇന്നാണ് കണ്ടത്. ഒരു 5-10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തോന്നിയത് അബ്ബാസ് മിക്ക എഴുത്തുകാരെയും നിരന്തരം പിന്തുടരുന്നുണ്ട്. ഏത് ചെറിയ എഴുത്തുകാരനായാലും വലിയ എഴുത്തുകാരനായാലും അബ്ബാസിന് ആ എഴുത്തുകാരനെ പറ്റി തൻ്റേതായ ഒരു അഭിപ്രായമുണ്ട്. വിജയനൊപ്പം തന്നെ, അല്ലെങ്കിൽ വിജയനെ പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൽ കാണണം, ഒന്ന് കണ്ട് 2 വാക്ക് മിണ്ടണം എന്ന് തോന്നിയ എഴുത്തുകാരൻ ആരാണ്? എനിക്ക് തോന്നുന്നത് വിജയൻ തന്നെയായിരിക്കും. അങ്ങനെയാണോ? അല്ല അങ്ങനെയുള്ള 1-2 എഴുത്തുകാരുണ്ടോ? തീർച്ചയായിട്ടും അത് ആ ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റിയില്ല. MT കാണാൻ അവസരം ഉണ്ടായിരുന്നു, കണ്ടില്ല. ബേപ്പൂർ സുൽത്താനെ കാണാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അത്ര വലിയ ആവേശമായിട്ട് തോന്നിയില്ല കാണുന്ന കാര്യത്തിൽ. ഒ.വി. വിജയൻ്റെ ധർമ്മപുരാണം കൂടി വന്നു കഴിഞ്ഞതോടുകൂടി നമ്മൾ കട്ട ഫാനായി എന്ന് പറയും ഇപ്പോഴത്തെ ഭാഷയിൽ. കണ്ടേ പറ്റൂ എന്നുള്ള അവസ്ഥയായി. അദ്ദേഹം കോട്ടയത്ത് ഇടക്കാലത്ത് വന്ന് താമസിച്ചു, സഹോദരിയുടെ വീട്ടിൽ തോന്നണം. പക്ഷേ അന്നും പുറപ്പെട്ട് അങ്ങോട്ട് പോകാനുള്ള എൻ്റെ ഉള്ളിലോട്ട് വലിയുന്ന സ്വഭാവം കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാത്തതിൽ സങ്കടമുള്ളത് ആ ഒരു എഴുത്തുകാരെ. ഇപ്പോൾ ഈ നിലവിലിപ്പോൾ നമ്മൾ KLF, ഫസ്റ്റ് ഇത്തരം വേദികളിലുകൊണ്ട് നമ്മൾ എഴുത്തുകാരെ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വായിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെതൊക്കെ പുസ്തകത്തിൽ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് തെറി വരെ വിളിക്കാൻ എന്നെ. ആ ഒരു കാലം മാറിയിട്ടുണ്ട്. അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ കാണാൻ പറ്റാത്ത സങ്കടമുള്ള എഴുത്തുകാരൻ മലയാളത്തിൽ എന്തായാലും ഒ.വി. വിജയനും പിന്നെ മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ. മാധവിക്കുട്ടി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവരെ കമലാസുരയ്യായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മാധവിക്കുട്ടിയായിട്ടാണ് എനിക്ക് കാണേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവസരം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചത്. അവർ കമലാസുരയ്യ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൂടി പറയാതെ മാധവിക്കുട്ടി എൻ്റെ ഉള്ളിൽ പൂർണ്ണമാവില്ല. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ശരിയായിട്ട് ധരിച്ചാലും എനിക്ക് മാധവിക്കുട്ടിയാണ് കാണേണ്ടി, കമലാസുരയ്യ അല്ല.
അതുകൊണ്ട് തന്നെ അവർ കമലാസുരയെ ആയപ്പോഴാണ് ഞാൻ അത്യാവശ്യമൊക്കെ മുതിർന്ന് കാണേണ്ട ഒരു സാഹചര്യം എത്തിയത്. ഞാൻ വേണ്ട എന്ന് വെച്ചു. എനിക്ക് മാധവിക്കുട്ടി എഴുതിയ രചനകൾ മതി, അതിലൂടെ എനിക്ക് അവരെ മനസ്സിലാക്കാമല്ലോ. ഈ 2 എഴുത്തുകാർ, അതിലപ്പുറം നമ്മളിപ്പോൾ ബിനീഷ് അവിടെ ഇരിക്കുന്നുണ്ട്, കവി സതീശേട്ടൻ ഇരിക്കുന്നുണ്ട്, എല്ലാവരും നമ്മൾ കാണുന്നുണ്ട്. സരീശനെ, KRMീനെ ഒക്കെ നമുക്ക് ഫസ്റ്റിനോ KLF-നോ ഒക്കെ എല്ലാ വായനക്കാർക്കും കാണാൻ കിട്ടുന്നുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഒരു കത്ത് എഴുതാൻ പോലും വിലാസം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. തെറ്റായ വിലാസത്തിലാണ് ഞാൻ വിജയന് ആദ്യമായിട്ട് കത്തയക്കുന്നത്. അദ്ദേഹം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മറ്റൊരു എഴുത്തുകാരില്ല, മാധവിക്കുട്ടി, വിജയന് തന്നെ മറ്റാരെയും നമുക്കങ്ങനെ കാണണം എന്ന ആക്രാന്തം, അത്യാഗ്രഹം എന്ന് കൈപ്പിടിക്കണം എന്ന് തോന്നിയിട്ടേ ഇല്ല. കള്ളല്ല പറയുന്നത്. അവരെ ഇഷ്ടമാണ്. MD ഒക്കെ വളരെ വളരെ ഇഷ്ടമാണ്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ നമുക്ക് ചില കാമുകിമാരെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രണയിനിയെ കാണാൻ തോന്നുമല്ലോ, അതുപോലെയാണ് വിജയനുള്ളത്. മാധവിക്കുട്ടിയെ എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടില്ല, എനിക്ക് ഉറക്കം വരുമോ, അതുപോലുള്ളൊരു എഴുത്തുകാരൻ എനിക്ക് മാധവിക്കുട്ടി. അത് ആ 2 എഴുത്തുകാരൻ മാത്രമേ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. അബ്ബാസ് പറഞ്ഞ ശരിയാണ്. 2000-ൻ്റെ ആ തുടക്കത്തിലൊക്കെ വിജയൻ ഉഷയ്ക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് കോട്ടയത്ത് ഒരു വാടക വീട്ടിൽ താമസം, റെയിൽവേ ലൈനിന് അടുത്തുള്ള ഒരു വീട്. അവിടെ പോയിട്ട് ഞാൻ വിജയനെ കണ്ടൊരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ വിജയൻ അന്ന് സംസാരിക്കില്ല. ഈ പാർക്കിൻസൺസിൻ്റെ ആരംഭകാലമാണ്. വിറയലുണ്ട്, എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ആദരവോടെ ഇരുന്ന് കണ്ട ഓർമ്മയുണ്ട്. ഒരു അരമണിക്കൂർ ആനയെ നോക്കുന്ന പോലെ, കടലിനെ നോക്കുന്ന പോലെ വിജയനെ കണ്ട 2000-ൻ്റെ തുടക്കത്തിലാണ്. ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം അന്ന് മിണ്ടില്ല. അതിനു മുമ്പേ വടകര വന്നിട്ടുണ്ട് വിജയൻ. ഒരിക്കൽ സിമിയുടെ ഒരു സമ്മേളനത്തിന് കോഴിക്കോട് പങ്കെടുക്കാൻ വന്നപ്പോൾ വടകര BM ഹൈസ്കൂള് വിജയൻ വന്നിരുന്നു. അന്ന് പുള്ളിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാൻ വടകര BM സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ വിജയനെ കാണാൻ പോയി. വടകര BM തിങ്ങി നിറഞ്ഞ ഹോളാണ്. ഇപ്പോൾ ബാക്കിലിരുന്നു. അപ്പോൾ വിജയൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് പ്രസംഗമൊന്നും അറിയില്ല, വളരെ ദുർബലമായ ശബ്ദത്തിൽ. സതീശനൊക്കെ ഓർമ്മ ഉണ്ടാവും. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, നമുക്കൊരു സംവാദമാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം, ഉത്തരം പറയാം എനിക്കാവുന്ന രീതിയിൽ എന്നോട് പറഞ്ഞ് ചിലവരല്ല ചോദ്യം ചോദിക്കുക, വിജയൻ അതിന് ഉത്തരം പറയുക. വടകരയിൽ ഇവിടെയുള്ള സഹൃദയിൽ ചിലർക്കൊക്കെ ആ അനുഭവം ഓർമ്മ. 1994-ലോ 95-ലോ മറ്റോ ആണ് അത്. കോഴിക്കോട് വന്നപ്പോൾ 90-ലെ ആദ്യം. അപ്പോൾ അന്ന് എനിക്ക് ഒരു ചോദ്യം ഒത്തൊരു ഓർമ്മയുണ്ട്. ഒരാൾ എണീറ്റ് ചോദിച്ചു, താങ്കളുടെ കൃതികളിൽ ഇടതുപക്ഷ ആഭിമുഖ്യമാണോ താങ്കളുടെ കൃതികളിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടാണോ അതോ വലതുപക്ഷ കാഴ്ചപ്പാടാണോ? ഒരാൾ ചോദിച്ചതാണ്. അപ്പോൾ വിജയൻ താടിയൊക്കെ ഒഴിഞ്ഞ് വളരെ സൗമ്യമായി പറഞ്ഞു, എനിക്ക് ഇടതുപക്ഷ കാഴ്ചപ്പാടുമില്ല, വലതുപക്ഷ കാഴ്ചപ്പാടുമില്ല, ഉള്ളത് കാഴ്ചപ്പാട് മാത്രമാണ്. അതെനിക്കൊന്നും ഓർമ്മയുണ്ട്, എനിക്കുള്ളത് കാഴ്ചപ്പാട് മാത്രമാണെന്ന്. അപ്പോൾ ഇങ്ങനെ വളരെ ഷാർപ്പായ, അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പോലെ ഷാർപ്പായ ഒരു ചോദ്യോത്തര സംവാദ അനുഭവമായിരുന്നു അത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞതിൻ്റെ അനുബന്ധമായി പറഞ്ഞതാണ്. അപ്പോൾ പ്രണയം വിശപ്പ് ഉന്മാദം എന്നുള്ള അനുഭവക്കുറിപ്പിൻ്റെ ആമുഖത്തിൽ അബ്ബാസ് പറയുന്നുണ്ട്, എനിക്കറിയാവുന്നത് സാഹിത്യത്തിൻ്റെ ഭാഷയല്ല, ജീവിത ഭാഷയാണ് എന്ന്. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോഴും പെയിൻറ്റ് പണിക്കാരനായി തുടരുന്നു. ഏറെക്കുറെ നമ്മളെ സെഷൻ അവസാനിക്കാറായി. അപ്പോൾ എനിക്ക് അബ്ബാസോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യം, ഈ അനുഭവങ്ങളൊക്കെ ജീവിതം അബ്ബാസിനെ എന്താണ് പഠിപ്പിച്ചത്? വളരെ പരിമിത വാക്കുകളിൽ ജീവിതം എന്തു പഠിപ്പിച്ചു? കാര്യമായിട്ട് പഠിപ്പിച്ചത് എൻ്റെ സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എനിക്കുണ്ടായ ദുരനുഭവങ്ങളും അടിയും പീഡനവും എന്തും തന്നെ അവിടെ ബലമായിട്ട് എൻ്റെ സ്വർഗരതിക്ക് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യൻ വളരെ വളരെ ദൗർബല്യമുള്ളൊരു ജീവിയാണ്. പുരുഷനോ സ്ത്രീയോ ആവട്ടെ, എൻ്റെ സഹജീവികളെ ചേർത്ത് നിർത്തുക. അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിശപ്പാണ്. എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഓരി അവർ അന്നം കൊടുക്കുക. മനുഷ്യന് അന്നം, വസ്ത്രം, പാർപ്പിടം, ഈ 3 ഉണ്ടായിരിക്കുക ആദ്യം. അത്രേ ഉള്ളൂ. മനുഷ്യൻ ആണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവങ്ങൾ പോലും ഉള്ളൂ, മതങ്ങളുള്ളൂ. ആദ്യം മനുഷ്യൻ, അവൻ്റെ വിശപ്പ് മാറണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ദൈവം ഉണ്ടോ ഉണ്ടില്ലേ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല, മനുഷ്യന് ഉണ്ടോ, അവന് ഉണ്ണാൻ കിട്ടുന്നുണ്ടോ ഉള്ളതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു എൻ്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളത്. എൻ്റെ മുമ്പിൽ മനുഷ്യരേ ഉള്ളൂ, ഇരിക്കുന്ന മനുഷ്യർ. സ്ത്രീ പുരുഷ വ്യത്യാസം പോലും ഇല്ല. മനുഷ്യൻ, അവന് വിശക്കരുത്, അവന് പാർപ്പിടം ഉണ്ടാവണം, അവന് വസ്ത്രം ഉണ്ടാവണം. ഈ 3 ഉണ്ടായാൽ ഞാൻ ഹാപ്പിയാണ്. ജീവിതത്തിൽ നിന്ന് പഠിച്ചതിന് ഫലം ഉണ്ടായി. ഇനി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അബ്ബാസിനോട് ഇവിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം സംവേദനം ചെയ്യുന്നുണ്ടെങ്കിൽ പറയാനുള്ളൊരു അവസരമാണ്. ഹലോ സർ,
ഒരു സാറ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ആരും മസിൽ പഠിക്കണ്ട, ഞാൻ ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഇപ്പോൾ കേട്ടതെന്ന് വെച്ചിട്ട് നിങ്ങളൊരു സാധാരണക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ആരോടും പറയാൻ നമുക്ക് പറ്റാത്തൊരു കാര്യം, ഇപ്പോൾ ഹസ്ബൻഡിനോടാണോ അച്ഛനോടാണോ മകനോടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവിനോടാണോ പറയാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, പറയാൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല. അത് നമ്മളിപ്പം അത്രയും വിഷമമുള്ളൊരു കാര്യം ആരോടും പറയാൻ പറ്റാണ്ട് ഈശ്വരവിശ്വാസമുള്ള ആൾക്കാർ പോയി അമ്പലത്തിൽ പോയിട്ട് പറയും, പള്ളിയിൽ പോയിട്ട് പറയും, മോസ്കോ പോയിട്ട് പറയും, അങ്ങനെ ചർച്ചിൽ പോയിട്ട് പറയും, അങ്ങനെ. അപ്പം അതല്ലാതെ ഒരു മനുഷ്യനോട് പോയിട്ട് പറയുക എന്നത് വളരെ എന്താ പറയുക, ഒരു സാധാരണക്കാരന് അങ്ങനെ കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവില്ല. അപ്പം ശരിക്കും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറയാൻ പോലെയല്ല കാര്യങ്ങൾ. പിന്നെ കേവലമായ ഒരു മനുഷ്യനപ്പുറം കേവലമായ ഒരു മനുഷ്യനപ്പുറം എന്താ പറയുക, പിന്നെ ജോലിയോ, ഒരാളെ വില മനസ്സിലാക്കുന്നത് ജോലിയോ അവൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, പിന്നെ അവൻ മറ്റുള്ളവരെ എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അയാൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആശംസകൾ. ഇനിയും എഴുതാൻ കഴിയട്ടെ. നോക്കൂ, അപ്പോൾ ഞാൻ സാധാരണക്കാരനോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ അക്കാദമി ബുദ്ധിജീവിനോട് പോയിട്ട് രാത്രി 2 മണിക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ പറ്റില്ല. പെയിൻ്റ് അടിക്കുന്നവൻ, ഓട്ടോ ഓടിക്കുന്നവൻ, കല്ല് ചുമക്കുന്നവൻ, അവരോടൊക്കെ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവർക്ക് ഉപദേശങ്ങളോ മറുപടിയോ ഒന്നും കൊടുക്കാറില്ല. കേട്ടിരിക്കുക. അവർ കരയുന്നത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ, അത് സ്ത്രീകളെന്ന് എടുത്ത് പറയാം, അവരാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അധികം. ഈ ഉന്മാദം നേരിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥകൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരങ്ങളൊന്നും അവർക്ക് വേണ്ട, അവർ കേട്ടിരുന്നാൽ മതി. ഞാൻ മറ്റൊന്നും വേണ്ട. ഈ കേട്ടിരിക്കുക എന്നുള്ളത് സാധാരണക്കാരനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റുന്നത്. ഞാനൊരു 13 പുസ്തകം എഴുതിയ എഴുത്തുകാരനാണെന്നല്ല അഹങ്കാരം ജാടയൊക്കെ ആയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പിന്നെ അച്ചടി ഭാഷയ്ക്ക് അവരോട് പറയും, അവർ ഇട്ടിച്ച് പോകും, എന്നോടൊന്നും പറയില്ല. ഞാൻ എൻ്റെ അനിയത്തി പറയും പോലെ, എൻ്റെ കൂട്ടുകാർ പറയും പോലെ, എൻ്റെ ഭാര്യ പറയും പോലെ എല്ലാ അർത്ഥത്തിലും അവർ കേൾക്കാൻ ഞാൻ സന്നദ്ധരാണ്. ആരും ഏത് പാതിരാത്രി 3 മണി വരെയൊക്കെ വിളിക്കുന്ന മനുഷ്യരുണ്ട് എന്നെ. ഇപ്പോൾ ഒരുപാട് സംസാരിക്കും ഇത്തരം കാര്യങ്ങൾ, അവരെ സങ്കടമാണ് അവർ പറയുന്നത്. അപ്പോൾ പറയാൻ അവർക്ക് കിട്ടിയ പ്രചോദനം ഞാൻ എൻ്റെ സങ്കടങ്ങൾ പൊതുസമൂഹത്തിൽ പങ്കുവെച്ചത് കൊണ്ടാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതാമെന്ന് ഞാൻ പറയാറുള്ളൂ. എന്നോട് പറയുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അത്രേ പറയാം. അങ്ങനെ എഴുത്തിലേക്ക് കടന്ന ഒരുപാട് സ്ത്രീകൾ ഇനി ഒരു നിര വരാനുണ്ട് എൻ്റെ ഒറ്റ പ്രചോദനം കൊണ്ട്. പ്രചോദനം മാത്രമേ ഞാൻ കേട്ടിരുന്നത് കൊണ്ട്. അവരുടെ ദുഃഖങ്ങൾ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ വായിക്കാനും ആളുണ്ടെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം. വേറെ പുരസ്കാരം ഒന്നും കിട്ടിയ എഴുത്തുകാരനല്ല ഞാൻ. നമ്മളെ സെഷൻ്റെ സമയം പൂർത്തിയായതായിട്ട് സംഘാടകർ അറിയിക്കുന്നുണ്ട്. കേട്ടിരുന്ന എല്ലാ നല്ലവരായ മനുഷ്യർക്കും നന്ദി.